നമസ്കാരം. ഇൻസൈറ്റിലേക്ക് സ്വാഗതം. അമിത്ഷാ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എവിടെ എന്നൊരു ചോദ്യം കുറച്ച് ദിവസങ്ങളായി പാർലമെൻറ്റിൽ മുഴങ്ങാൻ തുടങ്ങിയിട്ട്. അമിത്ഷാ പാർലമെൻറ്റിൽ എത്തുന്നുണ്ട്, പക്ഷേ സഭയിലെത്തുന്നില്ല. പ്രതിപക്ഷത്തിൻ്റെ ചോദ്യങ്ങളെ അഭിമുഖീകരിക്കുന്നില്ല. ഡൽഹിയിൽ വിദ്യാർത്ഥി സമരവുമായി ബന്ധപ്പെട്ട് പോലീസ് നടപടി നമ്മളെല്ലാവരും കണ്ടതാണ്. വിദ്യാർത്ഥികളെ എങ്ങനെയാണ് പോലീസ് നേരിട്ടതെന്ന് നമ്മൾ കണ്ടതാണ്. ഇതിനനുബന്ധിച്ചാണ് പ്രതിപക്ഷവും ചോദ്യങ്ങൾ ഉയർത്തുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ, ഡൽഹി പോലീസ് കൈയാളുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ അമിത്ഷായ്ക്ക് പ്രതിപക്ഷത്തിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനുള്ള ഉത്തരവാദിത്തമുണ്ട്. എന്നാൽ അമിത്ഷാ ഈ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ്. ഈ വിഷയത്തിൽ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് രാഷ്ട്രീയ നിരീക്ഷകനായ ഡോക്ടർ ദാമോദർ പ്രസാദാണ്. സാർ നമസ്കാരം. ചോദ്യം കുറച്ച് വലിയ ചോദ്യമാണ്. അമിത്ഷാ എവിടെ? വളരെ പ്രധാനപ്പെട്ട ചോദ്യം, വളരെ നീണ്ട ചോദ്യം. ഈ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ വരുന്ന കാര്യം, ഇതൊരു രാഷ്ട്രീയ ചോദ്യം മാത്രമാണോ, അതോ ഇത് പാർലമെൻറ്റിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഗൗരവതരമായിട്ടുള്ള ഒരു ചോദ്യമായിട്ട് തന്നെ ഇതിനെ കാണണം? വളരെ ഗൗരവമായിട്ടുള്ള ചോദ്യമാണ്, വളരെ ഗഹനമായ ചോദ്യമാണ്, നമ്മുടെ ജനാധിപത്യത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ ചോദ്യം ഉന്നയിക്കുന്ന നിസ്സാരമായിട്ടൊരു ആളല്ല, വളരെ ഉന്നതമായ സ്ഥാനം വഹിക്കുന്ന വ്യക്തിയാണ്. ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഡൽഹിയിൽ CJPയുടെ പ്രൊട്ടസ്റ്റ് നടക്കുന്നത്. CJP പ്രൊട്ടസ്റ്റിനെതിരെ നമ്മൾ കണ്ടത് AK-47 ഉപയോഗിച്ചൊരു കാര്യം വന്നു. RAFൻ്റെ ഒരു സൈനികനാണ് AK-47 ഉപയോഗിച്ചത്. ഇവർക്കെതിരെ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചു. കാശ്മീരിൽ മനുഷ്യാവകാശ ലംഘനം നടത്തിയുള്ള വിമർശനം ഓൾറെഡി ഉള്ള ഒരു പെല്ലറ്റ് ഗണ്ണാണ് വിദ്യാർത്ഥികൾക്കെതിരെ ഉപയോഗിക്കപ്പെട്ടത്. വിദ്യാർത്ഥികളെ മർദ്ദിക്കപ്പെട്ട സംഭവമുണ്ട്. ഇങ്ങനെ ഒട്ടനവധി വിഷയം ഹൈക്കോടതി പോലും സുപ്രീം കോടതി പോലും ഗൗരവമായി കണ്ട വിഷയത്തിന് പ്രതിപക്ഷം ഉന്നയിക്കുന്ന മറുപടി പറയാൻ ആരാണ് ബാധ്യസ്ഥൻ? ഇന്ത്യയുടെ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായാണ് ബാധ്യസ്ഥൻ. അദ്ദേഹമാണ് അവിടെ നിന്ന് മറുപടി പറയുന്നത്. എന്തുകൊണ്ട് മറുപടി പറയാൻ മടി അദ്ദേഹത്തിന്? അവിടെയാണ് പ്രശ്നം. ഒഴിഞ്ഞു മാറലാണോ, അദ്ദേഹത്തിന് മറുപടി ഇല്ലാത്തതാണോ? കാരണം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്രൊട്ടസ്റ്റിൽ സർക്കാരിൻ്റെ മുഖം പ്രതിച്ഛായ നഷ്ടപ്പെട്ടു എന്നുള്ള വസ്തുതയാണ്. ആ പ്രതിച്ഛായ നഷ്ടപ്പെട്ടിൽ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിച്ഛായ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ആ പ്രധാനമന്ത്രിയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ രണ്ടാമനായിട്ടുള്ള ആഭ്യന്തരമന്ത്രി എന്തുകൊണ്ടെങ്കിലും മൗനം പാലിക്കുന്നു. അദ്ദേഹം അതിൻ്റെ അകത്ത് BJPയിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട് ഈ സമരം നേരിട്ട വിധത്തിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാടെന്താണ്? അദ്ദേഹം ഈ സമരത്തെ നേരിട്ട വിധത്തിൽ അദ്ദേഹത്തിൻ്റെ അറിവോട് തന്നെ നടന്നതായിരിക്കാം. മാത്രമല്ല തുടർന്നുള്ള നടപടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ നമുക്കറിയാം, വിദ്യാർത്ഥികളെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചാലും പല നടപടിക്രമങ്ങളും തുടരുന്നുണ്ട്. സുപ്രീം കോടതി ഇടപെട്ട് നിർത്തലാക്കി എന്നുള്ള കാര്യമാണെങ്കിലും ഇപ്പോൾ എന്താ പറയുക, ഒരു പുതിയൊരു കാര്യം കൽക്കട്ടയിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ കണ്ടെത്തി അദ്ദേഹം ജെയ്ഷെ മുഹമ്മദിൻ്റെ പ്രവർത്തനം ജെയ്ഷെ മുഹമ്മദ് ഇൻഫിൽട്രേറ്റ് ചെയ്തു. അങ്ങനെയൊക്കെ നമ്മൾ പുതിയ ആഖ്യാനങ്ങൾ ഇനി വരാൻ കിടക്കുന്നേ ഉള്ളൂ. അതൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെയുള്ള വിഷയങ്ങളുടെ സമയത്ത് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഒരു കാര്യത്തിന് പാർലമെൻറ്റിൽ വന്ന് മറുപടി പറയേണ്ടതല്ലേ? ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. ഈ ഡൽഹി പോലീസിനെ കൈയാളുന്ന ആൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ പ്രതിപക്ഷത്തിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ അമിത്ഷായ്ക്ക് എത്രത്തോളം ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളൊരു ചോദ്യം. പരിപൂർണമായ ഉത്തരവാദിത്തം ഉണ്ടല്ലോ. അദ്ദേഹത്തിനാണ് ഏറ്റവും ഉത്തരവാദിത്തം. ഈ കേന്ദ്ര മന്ത്രിസഭയിൽ ഏറ്റവും ഉത്തരവാദിത്തം അദ്ദേഹത്തിൻ്റെ കാര്യം, അദ്ദേഹത്തിൻ്റെ വിഷയമാണ്. അദ്ദേഹത്തിൻ്റെ പരിഗണനാ വിഷയങ്ങളിൽ വരുന്നൊരു കാര്യമാണ്. പിന്നെ നേരത്തെ ചോദിച്ചു ഇത് പാർലമെൻറ്റാണ്, പാർലമെൻറ്റ് സെഷൻ കൂടുകയാണ്. ഈ പാർലമെൻറ്റ് സെഷനിലാണ് പ്രതിപക്ഷത്തിന് അവരുടെ പ്രശ്നം ഉന്നയിക്കാൻ സാധിക്കുക, ഭരണപക്ഷം വിശദീകരിക്കാൻ സാധിക്കുക. പാർലമെൻറ്റ് ജനാധിപത്യത്തിൻ്റെ ട്രഡീഷൻ എന്താണ്? അവിടെ മന്ത്രിമാരൊന്നും വിശദീകരണം നൽകുന്നതാണ് ട്രഡീഷൻ. അദ്ദേഹത്തിൻ്റെ സൗകര്യങ്ങൾക്ക് മാത്രമേ വരുള്ളൂ. അതുപോലെ കാശ്മീരിൻ്റെ ബില്ല് അവതരിപ്പിക്കാൻ 2 മിനിറ്റ് ബില്ല് അവതരിപ്പിച്ച് പാസ്സായി എന്ന് പറയുന്ന സമീപനം എടുക്കുന്നതാണോ ശരി? അത് എത്രമാത്രം ജനാധിപത്യത്തിന് അനുകൂലമാണ്? ജനാധിപത്യത്തിൽ പാർലമെൻറ്റ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പാർലമെൻറ്റ്. ആ പാർലമെൻറ്റിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും മുഖാമുഖം നോക്കുമ്പോൾ, പ്രത്യേക സെഷൻ കൂടുമ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കുന്ന സബ്മിഷൻസ് ഉണ്ട്. ആ സബ്മിഷന് മറുപടി പറയാൻ കേന്ദ്രം ബാധ്യസ്ഥരാണ്. അത് ഏറ്റവും ഗൗരവമായ വിഷയം. ഈ സർക്കാരിന് ഏറ്റവും ഉലച്ച വിഷയം ഒരു മന്ത്രിയുടെ രാജി. സമീപകാലത്ത് ഏത് മന്ത്രി രാജിവെച്ചിട്ടുള്ളത്? മോഡി സർക്കാരിൽ ഏത് മന്ത്രി പ്രതിപക്ഷത്തിൻ്റെ സമരത്തിൻ്റെ ഭാഗമായി രാജിവെച്ചിട്ടുള്ള? ആ രാജിയെ തുടർന്ന് പ്രക്ഷോഭത്തിൽ അടിച്ചമർത്തലുണ്ടായി, തുടർ നടപടി ഉണ്ടായി, സുപ്രീം കോടതി ഇടപെട്ടു, പ്രതിപക്ഷം ഗൗരവമായി അന്വേഷിക്കുന്നു. ഇതിൻ്റെ ഒരാളാണ്. തീർച്ചയായും പ്രധാനമന്ത്രി വന്നിട്ടില്ല, പ്രധാനമന്ത്രി ഒഴിഞ്ഞു മാറി നിൽക്കുകയാണ്. പക്ഷേ പ്രാഥമികമായി ഡയറക്റ്റ് പ്രധാനമന്ത്രിക്ക് ഉത്തരവാദിത്തം പ്രധാനമന്ത്രിയിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പക്ഷേ അതിനേക്കാളും മുമ്പായിട്ട് ഈ പോലീസ് നടപടിയെ ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉന്നയിക്കുന്ന കാര്യം കൃത്യമായി മറുപടി പറഞ്ഞൂടെ? ഈ പാർലമെൻറ്റ് സെഷൻ അവസാനിക്കാൻ പോകണമല്ലോ, എന്തുകൊണ്ട് മാറി നിൽക്കുന്നു? അതിന് ഏറ്റവും ഖേദകരമായ വസ്തുത എന്ന് പറയുന്ന കാര്യം, അദ്ദേഹം പാർലമെൻറ്റ് ഹൗസിൽ വരുന്നുണ്ട്, പക്ഷേ സഭയിൽ പങ്കെടുക്കില്ല. അതെന്തിനാണത്? എന്തിനാണ് പ്രതിപക്ഷത്തോടല്ല അവഗണന കാണിക്കുന്നത്? ഇന്ത്യയിലെ ജനാധിപത്യം സമൂഹം മുഴുവൻ നോക്കുകയാണ്.
പാർലമെൻറ്റ് നമ്മൾ വളരെ ഗൗരവമായിട്ട് കാണുന്ന സ്ഥലമാണ്. ഇതിനകത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ ഈ പ്രതിപക്ഷത്തിൻ്റെ ചോദ്യങ്ങൾക്ക് സഭയിൽ കൃത്യമായി വരാനും പ്രതിപക്ഷത്തിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരവ് നൽകാനുമുള്ള ഒരു ബാധ്യത എത്രത്തോളം അമിത്ഷായോട് ബൈൻഡിങ് ആണ്? ഇപ്പോൾ പാർലമെൻറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ അമിത്ഷായുടെ ഭാഗത്തു നിന്നുള്ള മറുപടി നൽകുന്ന മറ്റൊരാളാണ്. അപ്പോൾ അമിത്ഷാ എന്നുള്ള ആഭ്യന്തരമന്ത്രിക്ക് എത്രത്തോളം ഉത്തരവാദിത്തമുണ്ട്? നമ്മൾ അടിയന്തരാവസ്ഥ ഇന്ത്യ കണ്ട ഏറ്റവും കരാളമായിട്ടുള്ള പീരീഡ്. ആ സമയങ്ങളിൽ പോലും ഇന്ദിരാഗാന്ധി പാർലമെൻറ്റിൽ വന്ന് മറുപടി കൊടുത്തിരുന്നു. ഇത് അടിയന്തരാവസ്ഥ എന്നല്ലോ, ഇതാണ് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ വിളിക്കുന്നത്. അദ്ദേഹം ആരും ഉത്തരവാദിത്തപ്പെട്ടാൽ ഒന്നോ രണ്ടോ അദ്ദേഹത്തിന് അസാന്നിധ്യത്തിൽ നമ്മൾ ആലോചിക്കാം, അദ്ദേഹം മറ്റ് കാര്യങ്ങളിൽ വിദേശത്താണ്, അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും അസുഖം മൂലം അദ്ദേഹത്തിന് വരാൻ പറ്റില്ല, അങ്ങനെ പല സന്ദർഭങ്ങളുണ്ടാകും. ആ സമയത്ത് ഉത്തരവാദിത്തപ്പെടുന്നൊരു മന്ത്രി മറുപടി കൊടുക്കുക. ഇതല്ല ഏറ്റവും നമ്മൾ അവമാനിക്കുക, ഒരു അധിക്ഷേപകരമായ പ്രതിപക്ഷം അധിക്ഷേപിക്കുകയും ജനാധിപത്യം അധിക്ഷേപിക്കുകയും അദ്ദേഹം സഭയിൽ വരുന്നു, പാർലമെൻറ്റ് വരുന്നില്ല. അതാണ് തുടർച്ചയായിട്ട്, ഒരു ദിവസമല്ല 2 ദിവസം അദ്ദേഹം വരുന്നതനുസരിച്ച് പ്രതിപക്ഷത്തെ പ്രശ്നം, അതിന് മറുപടി പറയാലോ. അദ്ദേഹം നല്ല വാക്ചാതുര്യമുള്ള ആളാണ്, അദ്ദേഹം സംസാരിക്കാൻ അറിയാം, അതിന് മറുപടി കൊടുക്കാനാണ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അദ്ദേഹത്തിന് മറുപടി പറയാലോ, പ്രതിപക്ഷത്തിൻ്റെ ചോദ്യങ്ങളെ അസ്തപ്രജ്ഞമാക്കാലോ, അദ്ദേഹത്തിന് ഇല്ലാതാക്കാലോ, അതിന് മറുപടി കൊടുക്കാലോ. പക്ഷേ എന്തുകൊണ്ട് മറുപടി കൊടുക്കാൻ പറ്റുന്നില്ല? അവിടെയാണ് ഗൗരവമായ ചോദ്യം. ഇതിൽ BJP സർക്കാർ പരാജയപ്പെട്ടോ? അവർക്ക് മറുപടികളില്ല. ഇതാണ് പ്രതിപക്ഷത്തിൻ്റെ മുമ്പിൽ ഒരു ഗൗരവമായി നമ്മുടെ ജനാധിപത്യത്തിൽ. ഇത് പ്രതിപക്ഷത്തിൻ്റെ കാഴ്ചപ്പാടല്ല. ഇന്ന് ഇന്ത്യയിൽ നോക്കുന്ന പൗരന്മാർ, ഭരണഘടനാ തത്വങ്ങളിൽ വിശ്വസിക്കുന്ന ഇന്ത്യൻ പൗരസമൂഹം ചോദിക്കുന്ന ചോദ്യം, സർക്കാർ പരാജയപ്പെട്ടു, സർക്കാരിന് മറുപടികളില്ല. മറുപടി ഇല്ലാത്തതുകൊണ്ടല്ലേ വരാത്തത്. മറുപടി പറയാൻ പറ്റുന്ന വിഷയമാണെങ്കിൽ അദ്ദേഹം വരില്ലേ? അദ്ദേഹം പ്രതിപക്ഷം അടിച്ചിരുത്തില്ലേ? പ്രതിപക്ഷത്തെ ചോദ്യങ്ങളെ നിരാകരിക്കില്ലേ? പ്രതിപക്ഷ ചോദ്യങ്ങളെ പപ്പടം പോലെ പൊടിച്ചു കളയില്ലേ? അപ്പോൾ നമ്മുടെ മുമ്പിൽ നമുക്ക് അനുമാനിക്കേണ്ടി വരുന്നത്, അദ്ദേഹം വരാത്തിടത്തോളം അനുമാനിക്കേണ്ടി വരും അദ്ദേഹത്തിന് മറുപടികളില്ല, മറുപടി ചെയ്യാൻ സാധിക്കുന്നില്ല, ഈ ചോദ്യങ്ങളെ നേരിടാൻ സർക്കാർ പ്രാപ്തമല്ല എന്നൊരു തോന്നലാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ രാജ്യസഭാ അധ്യക്ഷൻ, അവസാനം നമ്മൾ കാണുന്ന വാർത്തയിൽ ഈ രാജ്യസഭാ അധ്യക്ഷൻ കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിനോട് അമിത്ഷായുടെ ഈ അസാന്നിധ്യത്തെ പറ്റിയുള്ള വിവരങ്ങൾ അറിയിക്കാൻ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ആശങ്ക അറിയിക്കേണ്ട ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് പ്രതിപക്ഷം അവരുടെ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നത്. അമിത്ഷാ എവിടെ എന്നുള്ള ചോദ്യം ഉയർത്തിക്കൊണ്ടേയിരിക്കുകയാണ് പ്രതിപക്ഷം. ഒരുപക്ഷെ പാർലമെൻറ്റ് ഇരുസഭകളിലും ഈ വിഷയം ഉയർത്തുന്നുണ്ട്. വലിയ രീതിയിൽ ഈ വിഷയം പ്രതിപക്ഷം ജനങ്ങളിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. വലിയ രീതിയിൽ ചർച്ചയാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. എത്രത്തോളം ഗൗരവതരമാണ് ഈ സാഹചര്യം? വളരെ ഗൗരവതരമായ സാഹചര്യമാണ്. രാഹുൽ ഗാന്ധി പ്രശ്നം ഉന്നയിച്ചു, കേരളത്തിലെ MP KC വേണുഗോപാൽ പ്രശ്നം ഉന്നയിച്ചു, രാജ്യസഭയിൽ പ്രശ്നം ഉന്നയിച്ചിട്ടുണ്ട്. അവസാനം പ്രതിപക്ഷം കിരൺ റിജിജുവിനോട്, മന്ത്രിയോട് അഭ്യർത്ഥിക്കുകയാണ്, അമിത്ഷായെ അറിയിക്കുന്നു. ഒന്ന് ആലോചന, പാർലമെൻറ്റിൽ അദ്ദേഹം അവിടെ സഭയിൽ വരുന്നുണ്ട്, അദ്ദേഹം പാർലമെൻറ്റ് ഹൗസിൽ വരുന്നുണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കേണ്ട ആവശ്യം എന്താണുള്ളത്? അതാണ് അതിൻ്റെ അകത്ത്. ഇവിടെ ചോദ്യം ഇതാണ് എൻ്റെ അകത്ത്. എന്താണ് ഇതിന് മറുപടി പറയാൻ എത്ര ബുദ്ധിമുട്ടെന്താണ്? 2 കാര്യം കൊണ്ടായിരിക്കും ബുദ്ധിമുട്ട്. ഒന്ന്, മറുപടി പറയാനില്ല, അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ രാഷ്ട്രീയത്തെ ഇവർ ആദരിക്കുന്നില്ല. എൻ്റെ പ്രതിപക്ഷ ബഹുമാനം എന്ന് വിളിക്കുന്ന ജനാധിപത്യത്തിലെ അടിസ്ഥാന തത്വത്തിൽ വിശ്വസിക്കുന്നില്ല. 2 ജനാധിപത്യ സങ്കല്പം നിരക്കുന്നതാണോ? അല്ല. ഇവിടെ കൃത്യമായിട്ട് ഒരു വിഷയത്തിൻ്റെ അകത്തുണ്ട്. വെറുതെ ഒരാൾ ക്ഷണിച്ചു വരുത്തില്ല, ആഭ്യന്തരമന്ത്രിയെ വെറുതെ ക്ഷണിച്ചു വരുത്തില്ല. ഇവിടെ CJP ബന്ധപ്പെട്ടൊരു പ്രക്ഷോഭം നടന്നു. ആ പ്രക്ഷോഭത്തിൽ അടിച്ചമർത്തലുണ്ടായി, പോലീസ് നടപടിയുണ്ടായി, സുപ്രീം കോടതി ഇടപെട്ട വിഷയമുണ്ട് അതിൻ്റെ അകത്ത്. അതിനെല്ലാവരും അപലപിച്ചു. BJPയിൽ തന്നെ 2 അഭിപ്രായം ഉണ്ടായി. അങ്ങനൊരു ഘട്ടത്തിൽ ആ വിഷയത്തിൽ ഡൽഹി പോലീസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുണ്ടായ കാര്യങ്ങളിൽ മറുപടി പറയാൻ വേറെ ആരുണ്ട്? അത് ഉത്തരവാദിത്തപ്പെട്ട ആളല്ലേ പറയുന്നത്. ഇവിടെ പ്രതിപക്ഷത്തിനെതിരെ ഉണ്ടാകുന്ന ഒരു ആരോപണം, പ്രതിപക്ഷം ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സഭയിൽ വലിയ രീതിയിലുള്ള പ്രൊട്ടസ്റ്റ് നടത്തുകയാണ്. അപ്പോൾ പ്രതിപക്ഷത്തിനെതിരെ ഇവർ ഉയർത്തുന്ന ആരോപണം, പ്രതിപക്ഷം സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്നു, സഭയുടെ വിലപ്പെട്ട സമയം പാഴാക്കുന്നു, വലിയ പണം ചെലവഴിച്ചാണ് സഭയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ സഭയ്ക്ക് അങ്ങനെ ഒരു തടസ്സമുണ്ടാക്കുന്ന രീതിയിൽ പ്രതിപക്ഷം വളരെ പ്രതികൂലമായി പെരുമാറുന്നു എന്നാണ് ആരോപണം ഉയരുന്നത്. ഈ പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധം എത്രത്തോളം ജനാധിപത്യപരമാണ് ഈ വിഷയത്തിൽ? ഇന്ത്യൻ പാർലമെൻറ്റുകളുടെയും ഇന്ത്യൻ നിയമസഭയുടെ ചരിത്രത്തിൽ പ്രതിപക്ഷം ജനങ്ങളുടെ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് പല ഘട്ടങ്ങളിലും അവർ സമരം മുഖരിതമാക്കിയിട്ടുണ്ട്. BJP ചെയ്തിട്ടുള്ള കാര്യമാണല്ലോ, പുതിയ കാര്യമൊന്നുമല്ല. UPA ഗവൺമെൻറ്റിൻ്റെ കാലത്ത് BJP ചെയ്തിട്ടുള്ള കാര്യമാണ്. നമുക്ക് എത്രയോ സന്ദർഭങ്ങൾ നമുക്കറിയാം. അപ്പോൾ സമരം മുഖരിതമാക്കുന്നത് എന്ന് പറയുന്നത് ജനങ്ങളുടെ പ്രശ്നം ഉന്നയിക്കുന്നതിന് ഭാഗമാണ്. പലപ്പോഴും ഈ പ്രതിപക്ഷത്തിൻ്റെ ശബ്ദം മുഖരിതമാക്കുന്ന സിറ്റുവേഷൻ യാതൊരു അടിസ്ഥാനരഹിതവും അർത്ഥരഹിതവും വെറും അസംബന്ധമാണെങ്കിൽ അത് നിരാകരിക്കപ്പെടും, അതിന് യാതൊരു വിലയുണ്ടാവില്ല. പകരം കഴിഞ്ഞത് 2 ദിവസം നമ്മൾ കാണുന്ന കാര്യം, 2 മിനിറ്റോ 5 മിനിറ്റോ കൊണ്ട് ബില്ല് പാസ്സാവുകയാണ്, ചർച്ചയ്ക്ക് പോലും വെക്കുന്നില്ല. നമ്മൾ ആലോചിക്കണം കാര്യം. ഇത് പറഞ്ഞുകൊണ്ട് ചർച്ചയ്ക്ക് പോലും വെക്കാതിരിക്കുകയാണ്. നടപടിക്രമങ്ങളെ പാലിക്കണമെങ്കിൽ ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ത്യയിൽ ഒരു സംഭവം നടന്നാൽ പ്രതിപക്ഷ പ്രശ്നം പിന്നെ പ്രതിപക്ഷം ഇരിക്കുന്നു. അവിടെ ഒരു ചോദ്യം കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് വെച്ചുകൂടെ? അമിത്ഷായുടെ അസാന്നിധ്യം ഒരു രാഷ്ട്രീയ സന്ദേശമായിട്ട് നമുക്ക് കാണാൻ പറ്റുമോ? അമിത്ഷായുടെ തികച്ചും രാഷ്ട്രീയമായിട്ട് എൻ്റെ അകത്ത് രാഷ്ട്രീയമായ ധാരാളം അർത്ഥധ്വനികളുള്ള അസാന്നിധ്യമാണ്, ഒരു സംശയമില്ല. ഒന്നാമത്തെ അർത്ഥധ്വനി എന്ന് പറയുന്നത്, സർക്കാർ ഈ സമരം നേരിട്ടതിൽ പരാജയപ്പെട്ടു.
സർക്കാരിന് ഈ സമരത്തിലൂടെ സമീപനത്തിൽ അവർക്ക് കാര്യമായി വീഴ്ച പറ്റിയില്ല. ഒരു സർക്കാരിന് മേൽക്കൈ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആലോചിച്ച് മറുപടി പറയാൻ വരില്ലേ? നമ്മുടെ അനുഭവം അതാണ്. നമ്മൾ അദ്ദേഹത്തെ കാണുന്ന കുറച്ച് കാലമായി കാണുന്നത്, 3 ടേമായി കാണുന്നു. അദ്ദേഹം എത്ര ബില്ലുകൾ പൈലറ്റ് ചെയ്തു, എത്ര പല ഘട്ടങ്ങളും മറുപടി പറഞ്ഞില്ലേ, പ്രതിപക്ഷത്തോട് മറുപടി പറഞ്ഞില്ലേ? ആ ഘട്ടങ്ങളിലൊക്കെ അദ്ദേഹം മറുപടി പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ഈ സർക്കാരിൻ്റെ ഭാഗത്തൊരു വീഴ്ച പറ്റി, ആ വീഴ്ച മറച്ചു വയ്ക്കാൻ സർക്കാർ സാഹചര്യം മറുപടി പറയാൻ പറ്റുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷം ഇതിനകത്തൊരു മേൽക്കൈ നേടി. തീർച്ചയായും പാർലമെൻറ്റിലെ മേൽക്കൈ ഈ ചോദ്യത്തിനും അതായത് അദ്ദേഹം അവിടെ ഇരിക്കുന്ന സ്ഥാനത്ത് തന്നെ പാർലമെൻറ്റിൽ പ്രതിപക്ഷം മേൽക്കൈ നേടും ഈ ചർച്ച. കാര്യം ലൈവ് ടെലികാസ്റ്റ് പോവാണല്ലോ. അപ്പോൾ ഈ ചോദ്യങ്ങളുടെ മുമ്പിൽ അവർ പതറുന്നത് ഒരു മേൽക്കൈ കിട്ടും. ആ മേൽക്കൈ കിട്ടിയവർ ക്ഷീണമായിരിക്കും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ പാർലമെൻറ്റ് നടപടിക്രമങ്ങളിൽ പ്രതിപക്ഷത്തോടുള്ള ബഹുമാനക്കുറവ്. പ്രതിപക്ഷം ഉന്നയിക്കുന്ന കാര്യങ്ങൾക്ക് മറുപടി പറയാൻ താൻ ബാധ്യസ്ഥനല്ലാതെ തങ്ങൾ ബാധ്യസ്ഥനല്ല തോന്നല. അത് ജനാധിപത്യത്തിന് ഒട്ടും ഭൂഷണമായ കാര്യമല്ല. ഈ 3 കാര്യങ്ങൾ കൊണ്ടായിരിക്കണം അദ്ദേഹം, അല്ലാതെ നമുക്ക് മറ്റൊരു അനുമാനമില്ല. കാരണം അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം പാർലമെൻ്ററി രാഷ്ട്രീയം നന്നായി അറിയുന്ന ആളാണ്. ഇപ്പോൾ വേറെ എന്തെങ്കിലും കാരണവശാൽ വരാതിരിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം അദ്ദേഹം ഇന്ന കാര്യം കൊണ്ട് വരാൻ പറ്റില്ല, അദ്ദേഹം വിദേശ യാത്രയിലാണ്. അതല്ലല്ലോ, ഇത് വളരെ വ്യക്തമായി നമുക്ക് അറിയാവുന്നല്ലോ. അദ്ദേഹം അവിടെ ഉണ്ട്, അദ്ദേഹത്തിന് ഒന്ന് പറയാൻ മറുപടി പറയാനുള്ളൂ. അദ്ദേഹം വേറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ആരാണ് പറയേണ്ടത്? ചില കാര്യങ്ങൾ പ്രധാനമന്ത്രി പറയേണ്ടത്. ഇപ്പോൾ വിദേശ ബന്ധപ്പെട്ട കാര്യം വിദേശകാര്യ മന്ത്രി പറയേണ്ട കാര്യങ്ങൾ. പക്ഷേ ഒരു ഗൗരവമായ വിഷയമാണെങ്കിൽ നമ്മളിതൊന്നും ആലോചിക്കേണ്ട. ഈ CJP സമരം 11:30ക്കും 12 മണിക്കും ആരാണ് ഇന്ത്യയോട് സംസാരിച്ചത്? ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രിയല്ലേ സംസാരിച്ചത്? ഇൻസ്റ്റയിലൂടെയാണ് സംസാരിച്ചത്. പാർലമെൻറ്റ് എന്ന് പറയുന്നത് അതിനേക്കാൾ വലിയ ജനാധിപത്യ വേദിയാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ ജനാധിപത്യ വേദിയാണ് പാർലമെൻറ്റ്. പ്രതിപക്ഷങ്ങളും ഭരണപക്ഷവും ഒരേപോലെ അവിടെ വേദി പങ്കിടുന്നു. അവിടെ ചോദ്യങ്ങൾ ചോദിക്കാനും മറുപടി പറയാനുള്ള ഏറ്റവും വലിയ ജനാധിപത്യ വേദി. അവിടെയല്ലേ മറുപടി പറയേണ്ടത്? അവിടെയല്ലേ ചോദ്യങ്ങൾ നേരിടേണ്ടത്, മുഖാമുഖം നേരിടേണ്ടത്? ശരിയാണ്, ഇവർ മാധ്യമങ്ങളെ കാണുന്നില്ല, മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾ അഭിസംബോധന ചെയ്യുന്നില്ല. ആ വിമർശനം ഗൗരവമായിട്ട് അവിടെയുണ്ട്. ആ വിമർശനം അന്താരാഷ്ട്ര തലത്തിൽ ഉയർത്തപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ അതിനേക്കാളും വലിയ ജനാധിപത്യ വേദി അല്ലെങ്കിൽ പാർലമെൻറ്റ് നിൽക്കുകയാണ്. ഇവിടെയല്ലേ ചോദ്യങ്ങൾ ചോദിക്കുക, മറുപടി പറയുക, പരസ്പരം അറിയാനും ആൾക്കാരെ അറിയിക്കാനുള്ള വേദിയല്ലേ? അവിടെ എന്തുകൊണ്ട് വരാതിരിക്കുന്നു? വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഈ പാർലമെൻറ്റ് സെഷൻ തീരുന്ന അദ്ദേഹം വന്നില്ലെങ്കിൽ അത് ഇന്ത്യൻ ജനാധിപത്യത്തെ സംബന്ധിച്ചോളം ഒരു തിരിച്ചടി തന്നെയായിരിക്കും, പിന്നോട്ടടി തന്നെയായിരിക്കും എന്നാണ് നമുക്ക് തോന്നുന്നത്. കാര്യം പൗരസമൂഹത്തിൻ്റെ ഇത് പ്രതിപക്ഷത്തിൻ്റെ കാഴ്ചപ്പാടെ കണ്ട ഇന്ത്യൻ പൗരസമൂഹം അദ്ദേഹത്തിൽ നിന്ന് മറുപടികൾ പ്രതീക്ഷിക്കുന്നു. കാര്യം ഈ വിഷയം ഒരു രാഷ്ട്രീയ ചർച്ചയാക്കിയിട്ട് ഇപ്പോൾ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. വലിയ രീതിയിൽ അത് ചർച്ചയാക്കാൻ പ്രതിപക്ഷത്തിന് സാധിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. തീർച്ചയായിട്ടും പ്രതിപക്ഷത്തിന് വിജയമായിട്ട് തന്നെ കണക്കാക്കണം. പ്രതിപക്ഷം ഓൾറെഡി വിജയിച്ചുവല്ലോ. പ്രതിപക്ഷത്തിന് ഈ CJPയുടെ സമരം മുതൽ തന്നെ നമ്മൾ കാണുന്നതിന് പ്രതിപക്ഷത്തിൻ്റെ മേൽക്കൈയാണ്. സർക്കാർ ദുർബലപ്പെട്ടു ഈ സമരത്തിൽ. ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി മാത്രമല്ല, ആ രാജിയിലേക്ക് നടന്ന തുടർ സംഭവങ്ങളും എല്ലാം തന്നെ സർക്കാരിൻ്റെ പ്രതിച്ഛായ, സർക്കാരിൻ്റെ ഒരു തരത്തിലുള്ള സർക്കാർ നേരിട്ടുള്ള ഒരു സമ്മതി, സർക്കാരിന് BJP കിട്ടുന്ന ജനപിന്തുണ, BJPയുടെ കോർ കോൺസ്റ്റിറ്റ്യൂൻസി തന്നെ വിള്ളലുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ആ ജനസമ്മതിയിൽ തന്നെ പിന്നോട്ട് പോയി. തെരഞ്ഞെടുപ്പ് 2 കഴിഞ്ഞു. നമ്മൾ കാണുന്ന ഈ ബീഹാറിലും ദൈത്യയിലും കോൺഗ്രസിലും ജയിച്ചു, മറുസ്ഥലത്ത് BJPയുടെ ആര് കിതച്ചുള്ള ജയമാണ്. BJP ആരാണ് അവിടെ? BJPയുടെ പ്രസിഡൻ്റാണ് അവിടെ മത്സരിച്ചിരുന്നത്. ആ സ്ഥലത്താണ് ബീഹാറിൽ തോൽക്കുന്നത്, ആ മണ്ഡലം കോൺഗ്രസ് പിടിക്കുന്നത്, പ്രശാന്ത് കിഷോർ പിടിക്കുന്നത്. എന്താണ് കാണിക്കുന്നത് അതിൻ്റെ അകത്ത്? ഗുജറാത്തിൽ നിങ്ങൾ കിതച്ചുള്ള ജയവും ഇതെന്താണ് കാണിക്കുന്നതിൻ്റെ അകത്ത്? ഈ സമരം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ ബാധിച്ചിട്ടുണ്ട്, ഗൗരവം ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ നമുക്ക് ജനാധിപത്യം പാരാമീറ്ററുകളാണല്ലോ. അപ്പോൾ നമുക്ക് ജനങ്ങളുടെ മനസ്സെങ്ങനെ പ്രതിഫലിക്കുന്നു മനസ്സിലാക്കാനുള്ള ഇൻഡിക്കേഷൻസാണ്. ആ കൃത്യമായി മനസ്സ് പ്രതിഫലിച്ചിട്ടുണ്ട്. BJPയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് മത്സരിച്ച് പാർലമെൻറ്റ് രാജ്യസഭയിൽ പോയ സീറ്റിലാണ് മത്സരം. അവിടെയാണ് പ്രശാന്ത് കിഷോർ ജയിക്കുന്നത്. ജനസ്വരാജ് പാർട്ടി ജയിക്കുന്നത്. അത് നല്ല വിജയം, നല്ല ഭൂരിപക്ഷത്തിൽ വിജയം. അപ്പോൾ എന്താണ് കാണിക്കുന്നത്? BJP ഭരണം അവിടെ പുതിയ മുഖ്യതിനൊക്കെ കീഴിലുള്ള ഭരണം ഒരു പതർച്ചയാണെന്ന് പറയും. പക്ഷെ അത് മാത്രമല്ല, നേരിട്ട് റിഫ്ലക്ഷനാണ്. കാര്യം ബീഹാറിലും നിനക്കറിയില്ല, RAFൻ്റെ സൈനികൻ എവിടെയാണ്? ബീഹാറിലല്ലേ AK-47 പിടിച്ചു. അപ്പോൾ തീർച്ചയായും ജനങ്ങളുടെ ഇടയിൽ ബാധിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ മുമ്പിൽ കാണുന്ന യാഥാർത്ഥ്യം, നമ്മൾ പുതിയതായി ഉണ്ടാക്കുന്നതല്ല, നമ്മൾ നേരിട്ട് കാണുന്ന, അല്ലെങ്കിൽ പ്രതിപക്ഷ ആരോപണമല്ല, നമ്മൾ നേരിട്ട് കണ്ട അനുഭവങ്ങളാണ്. ഈ അനുഭവം നിലനിൽക്കെ നമ്മൾ കാണേണ്ട വസ്തുത, ആഭ്യന്തരമന്ത്രി വിഷയങ്ങളിൽ മറുപടി പറയുന്നത് ഇന്ത്യയാണ് ചോദിക്കുന്നത്. ഇന്ത്യയോട് ഉത്തരവാദിത്തമുള്ള ആളാണ്. ഈ അവസരത്തിൽ ഒരു ചോദ്യത്തിനും കൂടെ അവിടെ പ്രസക്തി കൈവരുന്നില്ലേ? ഒരു കേന്ദ്രമന്ത്രിയുടെ പാർലമെൻ്ററി ഉത്തരവാദിത്തം എവിടെ തുടങ്ങുന്നു, എവിടെ അവസാനിക്കുന്നു എന്നൊരു ചോദ്യം കൂടെ ഇതിനകത്ത് ഉയർന്നു വരുന്നില്ലേ? തീർച്ചയായും നമ്മളെപ്പോഴും കാണുന്ന കാര്യം, ഇപ്പോൾ പല ബില്ലുകളും അദ്ദേഹം തന്നെ പൈലറ്റ് ചെയ്തറിയാം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി എന്ന നിലയ്ക്ക് പൈലറ്റ് ചെയ്താൽ ഒരു പക്ഷേ സഹമന്ത്രിക്കോ അല്ലെങ്കിൽ മറ്റൊരു ആൾക്ക് പൈലറ്റ് ചെയ്യാവുന്ന കാര്യം അദ്ദേഹം കാശ്മീർ ബില്ലൊക്കെ വളരെ പ്രാധാന്യത്തോടെ പൈലറ്റ് ചെയ്ത ഒരാളാണ്. ആ വിഷയങ്ങളൊക്കെ തന്നെ അങ്ങനെ വിഷയം തന്നെയല്ലേ വന്നിട്ടുള്ളത്. അപ്പോൾ കേന്ദ്രമന്ത്രിയെ സംബന്ധിച്ച് പാർലമെൻറ്റിലാണ് ഈ മറുപടി പറയുക. അതുകൊണ്ട് പാർലമെൻറ്റിലാണ് രേഖകൾ സമർപ്പിക്കുക. ഇപ്പോൾ ചോദ്യങ്ങൾക്ക് MP-മാർ ചോദിക്കുന്ന ഗവർണൻസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, വികസനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് പാർലമെൻറ്റിലെ രേഖകൾ സമർപ്പിക്കുക. ബില്ല് എവിടെയല്ലേ കൊണ്ടുവരിക?
പുതിയ വരാൻ പോണ നിയമങ്ങളാകാൻ പോണ ബില്ലുകൾ അവിടെ വെച്ചല്ലേ പാസ്സാക്കപ്പെടുന്നത്, അതല്ലേ ചർച്ച ചെയ്യപ്പെടുന്നത്. അങ്ങനെ അതുപോലെ നിയമസഭയിലാണെങ്കിൽ പ്രതിപക്ഷം സബ്മിഷനുകൾ കൊണ്ടുവരും. അതാത് കാലത്തുള്ള പ്രധാനപ്പെട്ട വിഷയം, ജനങ്ങളുടെ ശ്രദ്ധയിൽ വരുന്ന വിഷയങ്ങൾ, ജനങ്ങൾക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ, ജനങ്ങൾ അനുഭവിക്കുന്ന വിഷയങ്ങളാണ് കൊണ്ടുവരുന്നത്. അതിന് മറുപടി പറയാൻ ബാധ്യസ്ഥത എന്തൊക്കെ നടപടി എടുത്തു, അല്ലെങ്കിൽ എവിടെയൊക്കെ വീഴ്ച പറ്റി, അത് പറയുന്ന ഉത്തരവാദിത്വം കേന്ദ്രമന്ത്രിമാർക്കുണ്ടല്ലോ. ആ ഉത്തരവാദിത്വം എന്തുകൊണ്ട് കാണിക്കുന്നുള്ളത് പ്രതിപക്ഷ ചോദ്യമല്ല, ഇന്ത്യൻ സമൂഹം ഒന്നടങ്കം ചോദിക്കുകയാണ്. അതിൽ കക്ഷി രാഷ്ട്രീയം നമ്മൾ കാണുന്നില്ല. എല്ലാ കക്ഷിയും, അത് ബി ജെ പി ഉൾപ്പെടെ, ബി ജെ പിയുടെ ഒരുപക്ഷെ ബി ജെ പിയിൽ പ്രവർത്തകർ പോലും ആലോചിക്കുന്നുണ്ടാവാം, എന്തുകൊണ്ട് മറുപടി പറയുന്നില്ല. മറുപടി പറയേണ്ടതല്ലേ, അവർക്കും ആശങ്ക ഉണ്ടാവാം. കാര്യം ഈ സമരം വ്യത്യസ്തമായ പുതിയ ചെറുപ്പക്കാരുടെ സമരമായിരുന്നു, ജൻസിയുടെ സമരമായിരുന്നു. അവർ കക്ഷി രാഷ്ട്രീയത്തെ അടിസ്ഥാനം നടന്ന സമരമല്ല, അതൊരു കക്ഷി രാഷ്ട്രീയ ചോദ്യമല്ല. പ്രതിപക്ഷത്തിൻ്റെ വിജയം എന്തറിയോ, പ്രതിപക്ഷം ഒരു കക്ഷി രാഷ്ട്രീയ അടിസ്ഥാനത്തിലല്ല ഈ ചോദ്യം ചോദിക്കുന്നത്. ഈ സമൂഹത്തിൽ ഉയർന്നൊരു ചോദ്യമാണ്. അതായത് ബി ജെ പി അനുകൂലമായ മാധ്യമങ്ങൾക്ക് പോലും നിശബ്ദമാവേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിൽ പൊതുസമൂഹത്തിൽ ഉയർന്നു വരുന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. പ്രതിപക്ഷത്തിന് മേൽക്കൈ കിട്ടിയത്. ഭരണപക്ഷത്തിന് മറുപടി പറയാനും പറ്റുന്നില്ല, അത് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് മറുപടി പറയാൻ പറ്റില്ല, അത് ഗൗരവമായി. അതുകൊണ്ട് അദ്ദേഹം എവിടെ എന്ന ചോദ്യം പ്രതിപക്ഷം ചോദിക്കുന്ന ഒരു കക്ഷി രാഷ്ട്രീയ ചോദ്യമല്ല, ഇന്ത്യൻ സമൂഹം ചോദിക്കുന്ന ചോദ്യമാണ്, ഇന്ത്യൻ പൗരസമൂഹമാണ് ചോദിക്കുന്ന ആ ചോദ്യം. അതുകൊണ്ട് വളരെ പ്രസക്തമാണ്. അദ്ദേഹം മറുപടി പറയുന്നതിനാണ് പ്രതീക്ഷിക്കേണ്ടത് നമ്മൾ. ഡൽഹിയിൽ വിദ്യാർത്ഥി പ്രക്ഷോഭം വളരെ ന്യായമായ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് നടന്നത്. ന്യായമായ ഒരു ആവശ്യമെന്ന് പറയാനുള്ള കാരണവുമുണ്ട്. കാരണം കേന്ദ്ര സർക്കാർ ആ വിദ്യാർത്ഥികളുടെ ആവശ്യത്തെ അംഗീകരിച്ചു, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചു എന്നതാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് സർക്കാരിന് പോലും ആ ആവശ്യം ന്യായമാണ് എന്ന് തോന്നിയിരുന്നു എന്ന് നമ്മൾ പറയുന്നത്. ഈ സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് നേരെ നടന്നിട്ടുള്ള നരനായാട്ടിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി, ഡൽഹി പോലീസിനെ കൈകാര്യം ചെയ്യുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതിപക്ഷത്തിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ ബാധ്യസ്ഥനാണ്. അദ്ദേഹം അങ്ങനെ നൽകുന്നതുവരെ പാർലമെൻറ്റിലും പുറത്തും ആ ചോദ്യം മുഴങ്ങിക്കൊണ്ടിരിക്കും. അമിത്ഷാ എവിടെ? മറ്റു വിഷയമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.